കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് ആ സ്ഥാപനത്തിലെ അധികൃതർ തന്നെയാണ്. പ്രതികളുടെ രക്ഷിതാക്കളിൽ നിന്നും പിഴ ഈടാക്കണം. എന്ത് തെറ്റ് ചെയ്താലും ഇവരെ സംരക്ഷിക്കാൻ ഒരു സംഘടനാ ബലം ഇവർക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് മാത്രമാണ് ആ സമയത്ത് ഞാൻ കരഞ്ഞു എന്ന പേരിൽ എനിക്ക് സമീപത്ത് നിന്നിരുന്ന നേഴ്സ് ആ സൂചി വെച്ച് എന്നെ കുത്തി. അവരെ ഡീബാർ ചെയ്യുക തന്നെ ചെയ്യണം. ഇവിടെ ചെന്താമരയ്ക്ക് ഇനി കയറി ചെന്നാൽ കിടക്കാൻ വീടുണ്ടാവില്ല. സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷനിൽ പോയാൽ പകുതി സാലറി കിട്ടും. കലാലയങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ റാഗിങ് നിലവിൽ വന്നപ്പോൾ അതൊരു കളിതമാശയായിട്ട് എടുത്തു. പിന്നീട് മെന്റലി ഒരു ടോർച്ചറിങ് ആയി മാറി. ഇപ്പോൾ അത് ഫിസിക്കലി ടോർച്ചറിങ് ആയി അവസാനം എത്തി നിൽക്കുന്നത് കൊലപാതകം വരെ. ക്രൂവൽ മെന്റാലിറ്റിയുള്ള ഒരു പറ്റം കുട്ടികൾ നിസ്സഹായരായ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കലാലയങ്ങളിൽ റാഗിങ് എത്തി നിൽക്കുക. ഇതിനെ നമ്മൾ റാഗിങ് എന്നല്ല പറയേണ്ടത്, ഇതിനെ നമ്മൾ കൊലപാതകം എന്നാണ് പറയേണ്ടത്. കോട്ടയത്ത് നടന്ന റാഗിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ കുട്ടികളുടെ പ്രശ്നങ്ങളല്ല, ഇത് നമ്മുടെ കുട്ടിക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ മാധ്യമങ്ങളിൽ ഒന്നും മറ്റുള്ള ഒരു രക്ഷിതാക്കളും പ്രതികരിച്ച് കണ്ടില്ല. ഈ ക്രൂരകൃത്യങ്ങൾക്ക് വിധേയരായ കുട്ടികളുടെ രക്ഷിതാക്കൾ മാത്രം പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവരെ പിന്താങ്ങിക്കൊണ്ട് മറ്റുള്ള കുട്ടികളുടെ ഒരു രക്ഷിതാക്കളെയും നമ്മൾ ഈ രംഗത്ത് കാണുന്നില്ല. സിദ്ധാർത്ഥൻ മരിച്ചു. സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്ര ദയനീയമാണ്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു രക്ഷിതാക്കളും അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. സിദ്ധാർത്ഥൻ്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷമാകാൻ പോകുന്നു. ആ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് ഇവിടെ എന്ത് ശിക്ഷയാണ് കിട്ടിയത്? അവരെ എക്സാം എഴുതാൻ അനുവദിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനെതിരെ സ്റ്റേയുമായിട്ട് രക്ഷിതാക്കൾ പോയി. പക്ഷേ ഈ രക്ഷിതാക്കളെ പിന്താങ്ങാൻ ആരാണ് ഇവിടെ ഉണ്ടായത്? ഏതെങ്കിലും ഒരു രക്ഷിതാക്കളുടെ ഒരു സംഘടന ഉണ്ടായോ? ഈ കോളേജുകളിലെല്ലാം രക്ഷിതാക്കൾക്കൊരു സംഘടന വേണം. ഏത് കോഴ്സ് ആയാലും നമ്മുടെ കുട്ടികളെ ഈ കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് അവർ പഠിച്ച് അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ, അതുവഴി നമ്മളുടെ ജീവിതവും സക്സസ് ആകുന്നതിന് വേണ്ടി നമ്മൾ ഒരു 100 കൂട്ടം പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുട്ടികളെ നമ്മൾ കലാലയങ്ങളിലേക്ക് വിടുന്നത്. അവസാനം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? അതാണിപ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മ ഒരു വാർത്താമാധ്യമത്തിൽ ഇരുന്ന് കരയുന്ന രംഗം. എനിക്ക് വളരെയധികം സങ്കടം തോന്നി. അവരെ പിന്താങ്ങാൻ ഒരു രക്ഷിതാക്കളുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പ്രത്യേകം ഒരു പോർഷൻ വേണം. അവർ താമസിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് സീനിയർ കുട്ടികൾക്ക് കടന്നു ചെല്ലാത്ത രീതിയിൽ ബന്ധവസ്ഥ ആയിരിക്കണം. അതിനുള്ള സംവിധാനമുള്ള ഹോസ്റ്റലുകൾക്ക് മാത്രമേ സർക്കാർ അംഗീകാരം കൊടുക്കാവൂ. മറ്റൊന്ന്, ഈ ഹോസ്റ്റലുകളിൽ രാത്രിയിലും പകലും ഡ്യൂട്ടിക്ക് എക്സ് മിലിറ്ററി ജീവനക്കാരെ വയ്ക്കണം. അവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എക്സ് മിലിറ്ററിക്കാർക്കാണ് ഇവിടെ ഡ്യൂട്ടി കൊടുക്കേണ്ടത്. എനിക്ക് അനുഭവമുള്ള ഹോസ്റ്റലുകളിൽ ഞാൻ പറയാം, രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൽ ആൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ വാർഡന്മാർ കാണാറില്ല. അവിടെ മദ്യപിക്കുന്ന ആൺകുട്ടികളുണ്ടാവും, മയക്കുമരുന്നിന് അടിമയുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടാവും. ഇവരെ ഒന്നും അവിടുത്തെ ഹോസ്റ്റൽ വാർഡന്മാരോ സെക്യൂരിറ്റി ജീവനക്കാരോ ഒന്നും എതിർക്കാൻ പോവില്ല. കാരണം എന്താ, അവർ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് ലീവ് എടുത്ത് ഞങ്ങൾക്ക് വീട്ടിൽ പോകാമല്ലോ, ഇവരൊന്നും ഞങ്ങൾക്കെതിരെ വായ തുറക്കില്ല. ഇവരുടെ ആവശ്യങ്ങൾക്ക് ലീവും ഒക്കെ എടുത്ത് അനാവശ്യങ്ങൾക്കും ലീവ് എടുത്ത് വീട്ടിൽ പോയി ഇരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് പോവുകയോ ചെയ്യുമ്പം ഇത്തരം കുട്ടികൾ ചോദ്യം ചെയ്യും. അപ്പോൾ അവരുടെ തോന്നിവാസത്തിന് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവനക്കാർക്ക് സുഗമമായി എവിടെയും പോകാം. ഇവിടെ ഈ കുട്ടി, നമ്മളിപ്പോൾ കോട്ടയത്തെ സംഭവം നടന്നു, ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ല എന്ന് ഹോസ്റ്റൽ വാർഡൻ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നിഗമനത്തിലെത്തേണ്ടത്. അവരെ സസ്പെൻഷനിലല്ല വിടുന്നത്. ഇവിടെ ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷനിൽ പോയാൽ പകുതി സാലറി കിട്ടും. ഒരു സസ്പെൻഷനിൽ പോയ ഒരു ജീവനക്കാരൻ പറഞ്ഞതാണ്, എന്താ എനിക്ക് വീട്ടിലിരുന്നാലും സാലറി പകുതി മതി. 40,000 50,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ 25,000 രൂപ സാലറി വീട്ടിൽ കിട്ടുക. അവൻ്റെ ATM കാർഡ് വഴി എടുക്കാൻ പറ്റും. സുഖമല്ലേ? അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ കാലങ്ങളിൽ എവിടെ വേണമെങ്കിലും ടൂർ പോകാം.
ഏത് ഫംഗ്ഷനിലും പങ്കെടുക്കാൻ പറ്റും, വീട്ടിലെ ആവശ്യങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, യാതൊരു തടസ്സവും ഇല്ല. ഇതെല്ലാം നടക്കും, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും, പകുതി സാലറി കിട്ടും. സുഖല്ലേ? ഇവിടെ ഒരു സർക്കാർ ജീവനക്കാര് അവരുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുമ്പോൾ അവർക്ക് സസ്പെൻഷൻ അല്ല കൊടുക്കേണ്ടത്, ഡിസ്മിസ് തന്നെ ചെയ്യണം. ഇവരെ ഒന്നും ജോലിയിൽ തുടരാൻ അനുവദിക്കരുത്. അവിടെ ഈ ഹോസ്റ്റൽ വാർഡൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ല. പിറ്റേ ദിവസം ഈ കുട്ടികളെ വാച്ച് ചെയ്യുമ്പോൾ ഭക്ഷണ സമയത്ത് ഇവർ മെസ് ഹാളിൽ എത്തുമ്പോൾ ഇവരെ നിരീക്ഷിക്കണ്ടേ? ഒരു കുട്ടിയുടെ മുഖം വാടിയിരുന്നാൽ അവൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കണ്ടേ? ഹോസ്റ്റലിൽ എപ്പോഴും കുട്ടികൾ ഉണ്ടാവില്ല, അവര് ക്ലാസ്സിൽ പോകും. ഈ സമയത്ത് ഹോസ്റ്റൽ വാർഡൻ അവരുടെ റൂം പരിശോധിക്കണം, ഒരു മിന്നൽ പരിശോധന നടത്തണം. ഇനിയിപ്പോൾ അവർക്ക് ഭയമാണെങ്കിൽ പോലീസിനെ കൊണ്ടാണെങ്കിലും എല്ലാ ഹോസ്റ്റലുകളിലും മിന്നൽ പരിശോധന അത്യാവശ്യമാണ്. അത് മാസത്തിൽ ഒരു തവണ ഏത് സമയത്താണെങ്കിലും മിന്നൽ പരിശോധന ഉണ്ടാവണം. ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് സസ്പെൻഷൻ അല്ല കൊടുക്കേണ്ടത്, അവരെ ഡീബാർ ചെയ്യുക തന്നെ ചെയ്യണം. ഒരു പരീക്ഷയും എഴുതാൻ അവരെ അനുവദിക്കരുത്. അവരുടെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായി അവർക്ക് മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് രക്ഷിതാക്കളും പഠിക്കുള്ളൂ. ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കയറി കിടക്കാൻ എനിക്കൊരു വീടുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമെന്നുള്ളൊരു മെൻറ്റാലിറ്റി പോലും അവർക്കുണ്ടാവരുത്. ആ രീതിയിൽ വേണം ഇവിടുത്തെ സമൂഹം ഇത്തരം കുട്ടികൾക്കെതിരെ പ്രതികരിക്കാൻ. ഇപ്പോൾ ചെന്താമരയുടെ വീട് അടിച്ചു പൊളിച്ചു കളഞ്ഞെന്നാണ് നാട്ടുകാരെല്ലാവരും കൂടി തകർത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ചെന്താമരയ്ക്ക് ഇനി കയറി ചെന്നാൽ കിടക്കാൻ വീടുണ്ടാവില്ല. അപ്പോൾ ഇത്തരം കുട്ടികളെ ഇനി ഒരു പരീക്ഷയും എഴുതാൻ സർക്കാർ അനുവദിക്കരുതേ എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. മെഡിക്കൽ കോളേജ് നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഇത്തരം ക്രൂവൽ മെൻറ്റാലിറ്റി ഉള്ള കുട്ടികൾ അവരുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇവരൊരു ജോലിയിലിരിക്കുമ്പോൾ അവർക്ക് മുന്നിലെത്തുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഞാൻ പറഞ്ഞാൽ, ഞാൻ എൻ്റെ മൂത്ത കുട്ടിയെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പ്രസവ സമയത്ത് ഏതൊരു സ്ത്രീയും വാവിട്ട് കരഞ്ഞു പോകും, അത്രയ്ക്കും വേദനാജനകമാണ് പ്രസവത്തിൻ്റെ സമയം. ആ സമയത്ത് ഞാൻ കരഞ്ഞു എന്ന പേരിൽ എനിക്ക് സമീപത്ത് നിന്നിരുന്ന നേഴ്സ് ആ സൂചി വെച്ച് എന്നെ കുത്തി. വെറുതെ കുത്തുക, ശൂലം കൊണ്ട് കുത്തുന്നത് പോലെ. അപ്പം പ്രസവ വേദനയുടെ വേദനയും ഈ സൂചി കൊണ്ട് കുത്തുമ്പോഴുണ്ടായ വേദനയും രണ്ടും കൂടി സഹിക്കേണ്ടി വരികയാണ്. ഇത്തരം നേഴ്സുമാരാണ്. ഞാൻ അവർക്കെതിരെ പരാതിപ്പെട്ടെങ്കിലും അവരുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത്തരം ക്രൂവൽ മെൻറ്റാലിറ്റി ഉള്ളവരെ സർവീസിലിരിക്കാൻ അനുവദിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ക്രൂവൽ മെൻറ്റാലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുണ്ടാകുന്ന പ്രേരണ, അവർക്ക് പിന്നിൽ ഒരു ബലം, എന്ത് തെറ്റ് ചെയ്താലും ഇവരെ സംരക്ഷിക്കാൻ ഒരു സംഘടനാ ബലം ഇവർക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇവരെ പിന്താങ്ങുന്ന ഒരു സംഘടനാ ബലം ഉണ്ടാവരുത്. കുട്ടികൾ പഠിക്കട്ടെ, പഠിച്ചിറങ്ങിയിട്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. രാഷ്ട്രീയം തന്നെ കലാലയങ്ങളിൽ നിർത്തലാക്കണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഇതിൽ 2000 രൂപ എല്ലാ മാസവും കുട്ടികൾ പിരിവായിട്ട് ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ വാർത്താ ചാനലുകളിൽ കണ്ടു. എന്തുകൊണ്ടാണ് ഇത് ഒരു കുട്ടി പോലും പുറത്തു പറയാതിരുന്നത്? അവിടെയും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് അറിഞ്ഞിട്ടുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ രക്ഷിതാക്കൾ ഇത് മൂടിവെച്ചു? രക്ഷിതാക്കൾ എന്തുകൊണ്ട് ഇത്തരം ഒരു വലിയ കുറ്റകൃത്യം ചെയ്യുവാനുള്ള അവസരത്തിന് വേണ്ടി കാത്തുനിന്നു? പ്രതികരണശേഷിയുള്ള രക്ഷിതാക്കളാണെങ്കിൽ കുട്ടികൾ ഓരോ ഹോസ്റ്റലിലെ കാര്യങ്ങൾ പറഞ്ഞാലും അവർ പഠിക്കുന്ന സ്ഥാപനത്തിലെ കാര്യങ്ങൾ പറഞ്ഞാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇവിടെ പ്രതികളായ കുട്ടികൾ മാത്രമല്ല, അവരെ ഇത്തരത്തിൽ തീറ്റിപ്പോറ്റി ഇത്തരം ക്രൂവൽ മെൻറ്റാലിറ്റിയോടെ ഈ കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിട്ട ഇവരുടെ രക്ഷിതാക്കളും ഇതിനകത്ത് പ്രതികളാണ്. അവരെ കൂടി പ്രതികളാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ക്രൂരമായ പീഡനത്തിന് ഇരയായ കുട്ടികളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് അവർക്ക് ഹോസ്പിറ്റൽ ചെലവുണ്ട്, അവരുടെ രക്ഷിതാക്കൾക്ക് നഷ്ടമുണ്ട്. ഇതെല്ലാം നികത്തുന്നതിന് വേണ്ടി ഈ പ്രതികളുടെ രക്ഷിതാക്കളിൽ നിന്നും പിഴ ഈടാക്കണം. അവരിൽ നിന്നൊരു വൻ എമൗണ്ട് തന്നെ ഈടാക്കി ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടതാണ്. ഇതിനെല്ലാം പുറമെ കുറ്റകൃത്യം ചെയ്തവരുടെ രക്ഷിതാക്കളെ ഇതിനകത്ത് പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധവുമായി ചെന്ന BJP പ്രവർത്തകരെ ജലപീരങ്കി ഉപയോഗിച്ച് ആട്ടി ഓടിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു.
ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത് നിയമമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ജനങ്ങൾ സംഘടിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നല് അവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാവണം. അവർക്കെതിരെ ഒരു അക്രമം ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല, അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും, ജനം പ്രതിഷേധിക്കും, അവർക്കൊരു സംരക്ഷണം ഒരിടത്തും ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടികൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ അവന് സംരക്ഷണം കൊടുക്കുന്നതോടൊപ്പം അവനെ നല്ല ശിക്ഷണത്തിൽ വളർത്താനും രക്ഷിതാക്കൾക്ക് കഴിയണം. സമൂഹത്തിന് ബാധ്യതയാകുന്ന രീതിയിൽ കുട്ടികളെ വളർത്തി ഇങ്ങനെ രംഗത്തേക്ക് വിടരുത്. അതോടൊപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് ആ സ്ഥാപനത്തിലെ അധികൃതർ തന്നെയാണ്. അങ്ങനെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത അധികൃതരെ ആ ജോലിയിൽ തുടരാൻ നമ്മുടെ സർക്കാർ അനുവദിക്കരുത്. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിലും പ്രൈവറ്റ് ജീവനക്കാരാണെങ്കിലും അവരുടെ ജോലി ഭംഗിയായി നിറവേറ്റും. അവരുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ നാളെ എനിക്ക് എൻ്റെ ജോലി ഉണ്ടാവില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇവർ പ്രതികരിക്കേണ്ടവിടത്ത് തത്സമയം പ്രതികരിച്ച് കുട്ടികളെ നിയന്ത്രിച്ച് നിർത്തുക തന്നെ ചെയ്യും. നാളുകളോളം ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ച കുട്ടികൾ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടരുവാൻ കാരണം ഒരു കുട്ടി പോലും ഇതിനെ പ്രതികരിച്ച് രംഗത്തെത്തിയില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തോടൊപ്പം തന്നെ അവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളോട് പ്രതികരിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അവർക്കതിനുള്ള ത്രാണിയില്ലെങ്കിൽ അവർ രക്ഷിതാക്കളെയോ ആ കലാലയത്തിലെ അധികൃതരെയോ അറിയിക്കേണ്ട ചുമതല കുട്ടികൾക്കുള്ളതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ രക്ഷിതാക്കൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഇതിലെ പ്രതിയായിരിക്കുന്ന രാഹുൽ രാജ് KP കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സിംഗ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ രാഹുൽ. ഇതൊക്കെ എന്ത് അസംബന്ധമാണ്. കൂടാതെ ഇതെല്ലാം മൂടി വയ്ക്കണമെന്നും പറഞ്ഞ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എല്ലാ സ്റ്റുഡൻസിനും വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ് ഒരു ഓഡിയോ ക്ലിപ്പ്. നിങ്ങൾ ആരും ഇതൊന്നും പുറത്തു പറയരുതെന്ന്. അപ്പോൾ സംരക്ഷകരാവേണ്ടവർ തന്നെയാണ് ഇതിനകത്തെ പ്രതികളായി വരുന്നത്. ഇനിയും നമുക്കിടയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം വലിയ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് കൊടുക്കണം നമ്മുടെ നിയമം എന്നതാണ് എൻ്റെ അപേക്ഷ.